Hello friends, happy Christmas. നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് 10ാം ക്ലാസ് ആയിട്ട് ക്ലാസ്സിന്റെ തിരക്കായിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആണ്. ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് ട്ടോ. അതായത് നിങ്ങളുടെ വീട്ടിൽ 5 മാലബൾബ് ഉണ്ടെങ്കിൽ അത് കറണ്ടി കുത്തി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വർക്ക് ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിന്ന് എത്തും. നമ്മുടെ ഇന്നത്തെ വീഡിയോ മാലബൾബ് ആയാലും നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ ആയാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പോൾ വിചാരിക്കുകയാണ് ഒരു മാലബൾബ് 2 സെക്കൻഡ് കത്തണം, അതിൻ്റെ ഓഫായിട്ട് അടുത്ത മാലബൾബ് കത്തണം. ഇപ്പം ഇതേപോലെ ഒരു ഓർഡറിലാണ് ഇട്ടെങ്കിൽ ഇത് ആദ്യം കത്തുക, അത് കഴിഞ്ഞിട്ട് ഇത് കത്തുക, പിന്നെ ഇത് കെട്ടുക, പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് എത്തുക. അങ്ങനെ ഒരു ഡിസൈൻ പോലെ നമുക്ക് തന്നെ നമ്മുടെ മാലബൾബും പിന്നെ സ്റ്റാറൊക്കെ കൺട്രോൾ ചെയ്യാം. നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇത് കത്തിയിട്ട് ഇത് കത്തണം, പിന്നെ ഇത് കത്തിയിട്ട് ഇത് കത്തണം, പിന്നെ ലാസ്റ്റ് സ്റ്റാർ കെട്ടണം, പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് കത്തണം, പിന്നെ മിന്നി കത്തണം. അങ്ങനെയൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് തന്നെ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ കത്തണം എന്നുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറയണ്ടേ, ഇത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാന്ന് പറയണ്ടേ. നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആർഡിനോ എടുത്തേക്കുന്നത്. ആർഡിനോ എന്ന് പറയുമ്പോൾ ആരെങ്കിലും പേടിച്ചോണ്ട, ഇതിന്റെ കോഡ് നമുക്ക് തന്നെ ഫോണിൽ ചെയ്യാൻ കമ്പ്യൂട്ടറിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതായത് നമ്മളൊരു OTG വഴി നമ്മൾ ഫോണിലേക്ക് USB ഇവിടെ കണക്ട് ചെയ്ത് OTG വഴി നമ്മൾ ഫോണിലേക്ക് കുത്തും. എന്നിട്ട് ഫോണിൽ ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ കിട്ടും, ഫ്രീ ആപ്പാണ്. അത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കോഡ് ചെയ്യാനോ കോഡ് അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഈ കോഡ് ഞാൻ തന്നെയാണ് ടൈപ്പ് ചെയ്തുണ്ടാക്കിയത്. അപ്പൊ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ പറ്റില്ല. അപ്പൊ ഈ കോഡ് ഞാൻ ചെയ്തിട്ട് കോഡിന്റെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ റിലേ ആണ് എടുത്തേക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ചാല് നമ്മൾ ആർഡിനോന്ന് വരുന്ന ഔട്ട്പുട്ട്, അതായത് വോൾട്ടേജ് നമ്മൾ റിലേയിലേക്ക് കൊടുക്കും. കാരണം 230 വോൾട്ട് ഒന്നും ആർഡിനോയിൽ കൊടുക്കാൻ പറ്റില്ല, പിന്നെ ഫുൾ ഒരു പുകയായിരിക്കും. അപ്പൊ ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ ഒരു LED ബൾബാണ് എടുത്തേക്കുന്നത്. ഇതെന്താന്ന് വെച്ചാൽ നമ്മളിത് ജസ്റ്റ് കുഞ്ഞൊരു ബ്രെഡ് ബോർഡിൽ ചെയ്ത് നോക്കി ഈ പ്രോഗ്രാം വർക്ക് ആവുന്നുണ്ടോന്ന്. എന്നിട്ടാണ് നമുക്ക് 230 വോൾട്ടിന്റെ മാലബൾബിലൊക്കെ ഇത് കണക്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ മാലബൾബായിട്ട് ജസ്റ്റ് ഈ ഒരു ലൈറ്റിനെ സങ്കല്പിക്കുകയാണ്, റിലേ ഒന്നും വെക്കാണ്ട് തന്നെ. ആർഡിനോന്റെ പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബ്രെഡ് ബോർഡിന്റെ ഉള്ളിലത്തെ കണക്ഷൻ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആർഡിനോയും ജമ്പർവെയറൊക്കെ കുത്താൻ. നമ്മൾ പിന്നെ എടുത്തേക്കുന്ന സാധനമാണ് ആർഡിനോ യുനോ ഒമേഗ ഒക്കെ ഉണ്ട്. നമ്മൾ നാനോ ആണ് എടുത്തേക്കണേ. ആർഡിനോ യുനോ കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ അതിർത്താൽ മതി. ഇപ്പൊ ഞാനും എടുത്തേക്കണം കുറച്ചുകൂടി സ്ഥലം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ നമ്മൾ ഇത് LED കണക്ട് ചെയ്തു. സിമ്പിൾ ആണ്. LED എല്ലാത്തിനെയും മൈനസ് പിൻ ഒരുമിച്ച് വെച്ച് ഒരു റെസിസ്റ്റർ ആയി നമ്മുടെ ആർഡിനോന്റെ GND അതായത് മൈനസ് പിന്നിലേക്ക് കൊടുത്തേക്കാണ്. ഇനി നമ്മുടെ LED എല്ലാം പോസിറ്റീവ് ഡിജിറ്റൽ പിൻ D1 D2 D3 അങ്ങനെ ഡിജിറ്റൽ പിന്നിലേക്ക് നേരെ കൊടുത്തേക്കാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ സർക്യൂട്ട്. ഇതിപ്പോൾ നമ്മളെ ബ്രെഡ് ബോർഡ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റ് കൊടുത്താലും മതി. ഞാനിപ്പോൾ ബ്രെഡ് ബോർഡിൽ ചെയ്തു എന്നുള്ളൂ. ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമ്മുടെ ആർഡിനോ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ പ്രോഗ്രാം ചെയ്യാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മൾ ഓരോ ബൾബ് ഓരോ ഓർഡറിലാണ് കത്തുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പ്രോഗ്രാം വെച്ചേക്കുന്നത്. ഈ നമ്മൾ ചെറിയ ബൾബ് വെച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ ആർഡിനോന്റെ പ്രോഗ്രാം കറക്റ്റായെന്ന് നോക്കാൻ വേണ്ടിയാണ്. എല്ലാം കറക്റ്റായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത പോലെ തന്നെയാണ് നമ്മുടെ ലൈറ്റ് ഒക്കെ കത്തുന്നത്. നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ആർഡിനോ ഇതുപോലെ പ്രോഗ്രാം ചെയ്ത് LED ഒക്കെ കത്തിക്കാന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആർഡിനോ വാങ്ങുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു കേബിൾ കിട്ടും. ഈ കേബിൾ എടുക്കുക, പിന്നെ ഒരു OTG എടുക്കുക. നമ്മളിത് ഫോണിൽ കുത്താൻ വേണ്ടിയിട്ട്. എൻ്റെ ഫോൺ C ടൈപ്പ് പിന്നാണ്, അതാണ് ഞാൻ ഇങ്ങനത്തെ OTG എടുത്തേക്കണേ. പിന്നെ ഇതുപോലത്തെ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഈ ആപ്പിലാണ് നമ്മൾ ആർഡിനോ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. കമ്പ്യൂട്ടറൊന്നും വേണ്ട, ഫോണിൽ തന്നെ ചെയ്യാം. സിമ്പിളാണ്. ആദ്യമായിട്ട് നമ്മൾ ഏതൊക്കെ പിന്നിലാണ് നമ്മൾ വോൾട്ടേജ് വന്നേന്ന് കൊടുക്കുക, അതായത് വോയിഡ് സെറ്റപ്പ്, പിന്നെയുള്ള വോയിഡ് ലൂപ്പാണ്. നമുക്ക് ആദ്യം വോയിഡ് സെറ്റപ്പ് ഫില്ല് ചെയ്യാം. അതിനായിട്ട് നമ്മൾ പിൻ മോഡ്, പിന്നിൽ P ഒക്കെ എല്ലാം സ്മോൾ ലെറ്ററാണ്, M മാത്രമാണ് ക്യാപിറ്റൽ വരിക. എന്നിട്ട് ഏത് പിന്നാണ് നമ്മൾ ഈ ഡിജിറ്റൽ പിൻ കണക്ട് ചെയ്ത് ആ പിൻ, പിന്നെ ഔട്ട്പുട്ട്, നമുക്ക് ഔട്ട്പുട്ടാണ് വേണ്ടത് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് അത്ര ഇടുക. എന്നിട്ട് നമ്മൾ കുത്തുവിടുക. അതുപോലെ 5 പിന്നാണ്, അതായത് നമ്മൾ 5 മാലബൾബ് കണക്ട് ചെയ്യുന്നുണ്ട്. 4 മാലബൾബും ഒരു സ്റ്റാറും. അപ്പോൾ 5 എണ്ണത്തിന് ഔട്ട്പുട്ട് വേണം. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി വോയിഡ് ലൂപ്പാണ് വേണ്ടത്. നമ്മളിപ്പോൾ തൽക്കാലം വോയിഡ് സെറ്റപ്പ് എന്ന് തന്നെയാണ് എഴുതുന്നത്. എല്ലാം പ്രോഗ്രാമിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വോയിഡ് സെറ്റപ്പ് മാറ്റി വോയിഡ് ലൂപ്പ് എന്നുള്ള പേരിലാക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വോയിഡ് ലൂപ്പിൽ ചെയ്യുന്ന സാധനം ഇങ്ങനെ റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചേ പ്രോഗ്രാം ചെയ്തുള്ളൂ എന്ന് വെച്ചിട്ട് അതുകൊണ്ട് തീരില്ല, അത് തന്നെ വീണ്ടും റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ വോയിഡ് ലൂപ്പിൽ പ്രോഗ്രാം ചെയ്യണം. ഡിജിറ്റൽ റൈറ്റ് എന്ന് എഴുതി W മാത്രം ക്യാപിറ്റലാക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതൊക്കെ ഏത് പിന്നിലാണ് കൊടുക്കണേ, പിന്നെ കൊടുക്കുക ഹൈ എന്ന് വെച്ചാൽ ഓണും, ലോ എന്ന് വെച്ചാൽ ഓഫിനെയാണ് കാണിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് നിൽക്കണം, അതായത് ഇപ്പോൾ ഞാൻ 1 സെക്കൻഡ് കൊടുത്തേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സെക്കൻഡോ 2 സെക്കൻഡോ 10 സെക്കൻഡോ ഇഷ്ടം കൊടുത്തേക്കണം. പിന്നെ ഏത് റിലേക്കാണ് പോയേക്കണേ, ആ റിലേക്ക് ഏത് മാലബൾബാണ് വന്നേക്കണേ, അത് ഹൈലോ അതായത് ഓൺ ആക്കണോ ഓഫ് ആക്കണോ, എത്ര സെക്കൻഡ് ഓൺ ആക്കണം എത്ര സെക്കൻഡ് ഓഫ് ആകണം, അതൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ എഴുതി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഹൈയും ലോ ഓണും ഓഫും മാത്രം നിങ്ങൾ മാറ്റി കൊടുക്കുക. പിന്നെ എത്ര സെക്കൻഡ് ഓൺ ആയി നിൽക്കണം, എത്ര സെക്കൻഡ് ഓഫ് ആയി നിൽക്കണം, അതൊക്കെ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിലാണ്ട് ഫോണിൽ തന്നെ നല്ല അടിപൊളി പവറായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കോഡ് കോപ്പി പേസ്റ്റ് കിട്ടണം എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ കുഞ്ഞൊരു വർഷം പ്ലൈവുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സോൾഡർ ചെയ്ത റിലേ എല്ലാം ഇതുമ്മ സെറ്റ് ചെയ്തിട്ട് ഇതുമ്മ തന്നെയാണ് നമ്മൾ ആർഡിനോ ഒക്കെ എല്ലാം വെച്ച് ഇതുമ്മ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞൊരു വർഷം പ്ലൈവുഡ് എടുത്തിട്ടുണ്ട്.
ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റിലേയുടെ പിൻ കേട്ടോ. കോയിൽ 1 കോയിൽ 2 എന്ന് എഴുതിക്കണേ. അവിടെ ബാറ്ററി കൊടുക്കാനുള്ളതാണ്. കോയിൽ 1 കോയിൽ 2 ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ റിലേയുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കും. ടിക് ടിക് എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം കേൾക്കും. അത് റിലേ ഓണും ഓഫും ആവുന്നതാണ്. ആ കോയിൽ 1ഉം കോയിൽ 2ൻ്റെ നടുക്കുള്ള ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു കമ്പി, അവിടുന്ന് നമ്മളൊരു വയർ എടുക്കണം. പിന്നെ NO അല്ലെങ്കിൽ NC അവിടുന്ന് ഒരു കമ്പി എടുക്കണം. ആ കമ്പിയിലാണ് നമ്മൾ കറണ്ടിൻ്റെ ഒരു സ്വിച്ച് പോലെ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ NO അല്ലെങ്കിൽ NC രണ്ടെണ്ണം ഉണ്ട്. അത് ഒരെണ്ണം വെച്ചാൽ കറണ്ട് റിലേക്ക് കറണ്ട് വരുമ്പോൾ ഓൺ ആവുന്നതും ഒരെണ്ണം റിലേക്ക് കറണ്ട് വരുമ്പോൾ ഓഫ് ആവുന്നതാണ്. അത് നിങ്ങൾ ബാറ്ററി വെച്ചിട്ട് നോക്കുക. എന്നിട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് വേണമെന്നുള്ളതെന്ന് വെച്ചാൽ അതിൽ നിന്നൊരു വയർ സോൾഡർ ചെയ്യുക. ഞാനിപ്പോൾ ബാറ്ററി വെച്ച് നോക്കിയിട്ട് എനിക്ക് വേണ്ടതെന്ന് ഞാൻ സോൾഡർ ചെയ്തെടുത്തു. അപ്പോൾ നടുക്കുന്നുള്ള കോമൺ ആയിട്ടുള്ള ഒരെണ്ണം എടുക്കണം. ആ NO അല്ലെങ്കിൽ NC അവിടുന്ന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് നമ്മൾ കറണ്ടിൻ്റെ ഒരു സ്വിച്ച് പോലെ കണക്ട് ചെയ്യാൻ പോകുന്നത്. കോയിൽ 1ലും കോയിൽ 2ലും നമ്മൾ DC വോൾട്ടാണ് കൊടുക്കുന്നത്. മറ്റേ നേരെ ഓപ്പോസിറ്റ് വെച്ചാൽ 2 വയറിലാണ് നമ്മൾ AC കൊടുക്കുന്നത്. അതായത് ബൾബിൻ്റെ ഒക്കെ കണക്ഷൻ. അങ്ങനെ 5 റിലേ നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി എല്ലാ റിലേയും നല്ല അടിപൊളിയായിട്ട് സോൾഡർ ചെയ്ത് വെക്കുകയാണ്. കാരണം സോൾഡറിംഗ് ഒന്നും വിട്ടുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം. പിന്നെ ആർഡിനോ എടുത്ത് നമ്മൾ ബ്രെഡ് ബോർഡിൽ ഉറപ്പിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ട ഡിജിറ്റൽ പിന്നാണ്. അതായത് D1 D2 D3. അത് നിങ്ങൾ ഏത് പിന്നാണോ അവിടെ കോഡിൽ വെച്ചേക്കുന്നത്. ഇപ്പം ഞാൻ D5 തൊട്ടാണ് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ D5 D6 D7 D8 D9 അങ്ങനെയായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ആർഡിനോ ഒക്കെ ഇവിടെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. ആദ്യം ആർഡിനോ അടിയിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡ് ബോർഡൊന്നും വേണമെന്നില്ല. ഞാൻ കണക്ഷൻ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി ബ്രെഡ് ബോർഡ് എടുത്താണ്. ഇനി നമുക്ക് ഓരോ റിലേയായിട്ട് പതുക്കെ ഒട്ടിച്ച് കൊടുക്കാം. വയർ ജോയിൻ ചെയ്യണ പോയിന്റ് ആയാലും റിലേയുടെ പിന്നുകളായാലും ഗ്ലൂഗൺ ചെയ്തോ ഇൻസുലേഷൻ ടൈപ്പൊക്കെ അടിച്ചാൽ അടിപൊളിയായിട്ട് വെക്കുക. ഇല്ലെങ്കിൽ ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ റിലേക്ക് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. ഫ്രണ്ട്സ്, താഴത്തേക്ക് ഇരിക്കണ വയറൊക്കെ ആർഡിനോയിൽ കൊടുക്കാനുള്ള മുകളിലേക്കുള്ളതൊക്കെ നമ്മൾ AC വോൾട്ട്, അതായത് ബൾബിൻ്റെ ഒക്കെ കണക്ഷൻ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ റിലേക്ക് കോയിൽ 1ഉം കോയിൽ 2 ഉണ്ട്. അപ്പോൾ എല്ലാ റിലേയുടെ കോയിൽ 2 നമ്മൾ ഷോർട്ട് ചെയ്യാൻ കേട്ടോ. എല്ലാത്തിനെയും കോയിൽ 2 ഇങ്ങനെ ഷോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അവസാനത്തെ റിലേയുടെ ആ പോയിന്റിൽ നിന്ന് നേരെ ഒരു ജമ്പർ വയർ എടുത്ത് നമ്മൾ ആർഡിനോൻ്റെ ഗ്രൗണ്ട്, അതായത് GNDയിലേക്ക് കുത്തുകയാണ്. ഇത് എന്നിട്ട് നമ്മുടെ കോയിൽ 2ൽ സോൾഡർ ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കോയിൽ 2ൽ കിട്ടും. ഗ്രൗണ്ട് സെറ്റായി. ഇനി നമുക്ക് ഡിജിറ്റൽ പിന്നിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ റിലേയുടെ എല്ലാ നെഗറ്റീവിൻ്റെ കണക്ഷൻ ശരിയായി. ഇനി പോസിറ്റീവ് ഉണ്ട്, അത് നമ്മൾ ഡിജിറ്റൽ പിന്നിൽ കൊടുക്കണം. എല്ലാ റിലേയുടെയും ബാക്കി നിൽക്കുന്ന ഒരു പോയിന്റ്, അതായത് കോയിൽ 1 DC വോൾട്ട് കൊടുക്കേണ്ട കോയിൽ 1ൽ നിന്ന് ഒരു ജമ്പർ വയർ സോൾഡർ ചെയ്ത് D1 D2 D3. അതായത് നിങ്ങൾ ഏത് പോയിന്റിലാണോ നിങ്ങൾ കോഡ് ചെയ്തിരിക്കണേ, അത് D5 തൊട്ടാണെങ്കിൽ അവിടെ തൊട്ട് നിങ്ങൾ ജമ്പർ വയർ ചെയ്തുപോലെ കുത്തി കൊടുക്കുക. ഇനി ഇവിടെയുള്ള വയറിൽ എന്ന് വെച്ചാൽ AC വോൾട്ട് കൊടുക്കാൻ നമ്മൾ ആ വയറിലാണ് സ്റ്റാർ അല്ലെങ്കിൽ മാലോൾബൊക്കെ അതിൻ്റെ ഒരു കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. അതായത് AC വോൾട്ട് നമ്മൾ സ്വിച്ചൊക്കെ കണക്ട് ചെയ്യില്ലേ കറണ്ടിൽ, അതുപോലെ സ്വിച്ച് പോലെയാണ് നമ്മൾ റിലേ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അതായത് നമ്മൾ മാലോൾബ് കറണ്ടി കുത്തുന്ന ഒരു കണക്ഷൻ ഇല്ലേ, അതിൻ്റെ ഏതെങ്കിലും ഒരു വയർ കട്ട് ചെയ്തിട്ട് നമ്മൾ റിലേയുടെ 2 പോയിന്റ് കൊടുത്താൽ മതി. പക്ഷേ ഇതുപോലത്തെ മാലോൾബ് 4 എണ്ണം ഉണ്ട്, പിന്നെ ഒരു സ്റ്റാറും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്ത് വരുമ്പോൾ എക്സ്റ്റൻഷൻ ബോക്സ് വേണ്ടി വരും, കുറേ പിന്നുകൾ കുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ആ പോയിന്റ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് 2 വയർ ഇതേപോലെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വയർ, അതായത് അതിലേതെങ്കിലും ഒരു വയർ നമ്മൾ റിലേയിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് റിലേയിൽ നിന്ന് ബാക്കി വരുന്ന വയറും നമ്മുടെ ഈ ലൈറ്റ്, അതായത് മാലോൾബിൻ്റെ ബാക്കി നിൽക്കുന്ന ഒരു വയറും, അത് രണ്ടും കറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഈ റിലേയിലെല്ലാം ഇങ്ങനെ കണക്ഷൻ ചെയ്തതിന് ശേഷം കറണ്ടി കൊടുക്കുന്ന വയറുകളെല്ലാം തമ്മിൽ കൂട്ടിപ്പിടിച്ചിട്ട് ഡയറക്റ്റ് ഒരു കണക്ഷൻ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ടിയിലെ എക്സ്റ്റൻഷൻ പ്ലഗ് ഇല്ലാണ്ട് ഒരൊറ്റ കണക്ഷനിലെല്ലാം വർക്കിപ്പിക്കാൻ പറ്റും. റിലേയിൽ നിന്ന് കറണ്ടിലേക്ക് പോകണ എല്ലാവരും നമ്മൾ കൂട്ടിപ്പിരിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഒരു ഒറ്റ പ്ലഗ് കൊടുക്കാൻ പോവാണ്. ഇല്ലെങ്കിൽ എക്സ്റ്റൻഷൻ പ്ലഗൊക്കെ വാങ്ങിച്ച് അതിൽ കുറേ കുത്തേണ്ടി വരും. ഇതാണെങ്കിൽ ഒരു ഒറ്റ പ്ലഗിൽ തന്നെ എല്ലാ ലൈറ്റും സ്റ്റാറും എല്ലാം വർക്ക് ചെയ്യും. 5 ഡിവൈസാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ആ കണക്ഷൻ നേരെ ഒന്ന് പിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഗ്ലൂഗൺ അല്ലെങ്കിൽ ഗ്ലൂഗണ്ണൊക്കെ നല്ല ഇൻസുലേഷൻ ടൈപ്പാണ്. ഞാൻ ഇൻസുലേഷൻ ടൈപ്പൊക്കെ ലാസ്റ്റ് ഫുൾ അടിക്കും. കാരണം ഇതൊക്കെ തൊട്ടാൽ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. റിലേയും ബാക്കി പിന്നും സോൾഡർ എല്ലാം ഞാൻ ഗ്ലൂഗൺ ചെയ്യാണ്. ആർഡിനോ പിന്നെ കുഴപ്പമില്ല, നമ്മൾ ബാറ്ററിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളെ റിലേയിൽ നിന്ന് കണ്ണിലേക്ക് പോകുന്ന എല്ലാ പ്ലഗും കൂട്ടി പിരിച്ചിട്ടാണ് നമ്മൾ ആ പ്ലഗ് കണക്ട് ചെയ്തത്. ഇനി റിലേയിൽ നിന്ന് ബാക്കി വരുന്നത്, അതായത് നമ്മുടെ ലൈറ്റിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്ന വയറുകളാണ് ഞാൻ ഇതുപോലെ നേരെ ഗ്ലൂഗൺ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വയറുകൾ ലൈറ്റിലേക്കും സ്റ്റാറിലേക്കും കൊടുത്തു. ഫ്രണ്ട്സ്, ഇത്രയുള്ളൂ സാധനം. സംഭവം സെറ്റായി. ഞങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം കേട്ടോ. ഫ്രണ്ട്സ്, ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്ന മുമ്പ് നമ്മൾ നേരത്തെ എടുത്ത കറണ്ടി കുത്തുന്ന പ്ലഗ് കറണ്ടി കുത്താൻ വേണം. പിന്നെ ആർഡിനോയിൽ പവർ വേണം. അത് ഒന്നെങ്കിൽ നിങ്ങൾ പവർ ബാങ്ക് വെച്ച് USB വെച്ച് ആർഡിനോ പവർ അപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ 9 വോൾട്ട് ബാറ്ററി വെച്ച് പവർ അപ്പ് ചെയ്യുക. എങ്ങനെയാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ലിഥിയം ബാറ്ററിയാണ് ഞാൻ വെക്കുന്നത്. അതാണെങ്കിൽ എനിക്ക് 2 ദിവസം നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ചാർജ് ചെയ്താൽ മതി, പെട്ടെന്ന് ചാർജ് ആവും. അപ്പോൾ സാധനം സെറ്റായി നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ടൈമോ. അപ്പോൾ അതായത് നമ്മൾ ലിഥിയം ബാറ്ററി വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യം ഉള്ളപ്പോൾ ചാർജ് ചെയ്ത് ചാർജ് തീർന്നാൽ ചാർജ് ചെയ്യാനും കൂടി പറ്റും. റീചാർജബിൾ ആണ്. ഇപ്പോൾ ആദ്യം ഒരു ലൈറ്റ് ഓണായി, അത് കട്ടായിട്ട് അടുത്ത ലൈറ്റ് ഓണായി, പിന്നെ വേറെ ഓണാവും. ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രോഗ്രാം ചെയ്ത പോലെയാണ് കത്തുക. പിന്നെ ഓരോ ലൈറ്റ് ഓഫായി ഓരോ ലൈറ്റ് ഓൺ ആകുമ്പോൾ റിലേ ടിക് ടിക് എന്ന് പറഞ്ഞാൽ അടിക്കും. ഇപ്പോൾ ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്ത്
വെച്ചേക്കാണ് വേറെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സംഭവം സക്സസ് ആയിട്ടുണ്ട്. ലൈറ്റും ഓരോന്നും നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ കത്തുന്നുണ്ട്, പിന്നെ ഓരോന്നായിട്ട് ഓഫ് ആവുന്നുണ്ട്, പിന്നെ എല്ലാം ലാസ്റ്റ് ഒരുമിച്ച് കത്തും. നമ്മൾ അതുപോലെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ആ ഹൈയും ലോയും അത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി ഏത് പിന്നാന്ന് നോക്കി പ്രോഗ്രാം ചെയ്താൽ കോപ്പി പേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ പ്രോഗ്രാമൊക്കെ വളരെ സിമ്പിളാണ്. വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുൽക്കൂട്ടിൽ ഇതൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ ലിഥിയം ബാറ്ററി വെച്ചാണ് ആർഡിനോ പവർ അപ്പ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ DC കൊടുത്തേക്കണ ബാറ്ററിയാണ്. AC നമ്മൾ നേരെ പ്ലഗ് എടുത്ത് എക്സ്റ്റൻഷൻ ബോക്സിൽ ഒരൊറ്റ കണക്ഷൻ, കുറേ കണക്ഷൻ ഒന്നും കൊടുത്തില്ല, ഒരൊറ്റ കണക്ഷൻ കൊടുത്തു. അതുകൊണ്ടാണ് കുറേ കണക്ഷൻ വന്നാൽ കുറേ പ്ലഗ് കുത്തേണ്ടി വരും. ഒരൊറ്റ കണക്ഷൻ സിമ്പിളായിട്ട് കൊടുത്തു. അപ്പോൾ ഫ്രണ്ട്സ് സംഭവം നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. ഇപ്പം നടുക്കത്തെ ലൈറ്റാണ് കത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൈറ്റ് സൈഡ് കത്തി, പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കത്തും കേട്ടോ, പിന്നെ മുകളിൽ കത്തും, പിന്നെ സ്റ്റാർ കത്തും. നമ്മൾ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തേക്കണേ. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. നോർമലായിട്ട് ഇങ്ങനെയൊന്നും കത്തൊന്നുമില്ല, വെറുതെ അങ്ങോട്ട് കത്തുള്ളൂ. ഇത് നമ്മൾ പ്രോഗ്രാം ചെയ്തേക്കണ പോലെയാണ് കത്തുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പവറാക്കുക. അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയുണ്ടായി നമ്മുടെ ഇന്നത്തെ വീഡിയോ? മാലോൾപ്പ് നമുക്ക് ഇഷ്ടത്തിനാണ് കത്തിയത്. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിലേക്ക് അടിച്ച് പൊട്ടിച്ച് തകർത്തളയുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം. എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ഇന്നലെ അടിപൊളി കിടുക്കാച്ചി വീഡിയോ വരാമെന്ന പ്രതീക്ഷയിൽ സൈനിങ് ഔട്ട്.